ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ എന്ന് വെച്ച് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ പ്ലാസ്റ്റിക് കവറാണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു ഫ്ലവർ കാണിച്ചില്ല, അതേപോലത്തെ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് തന്നെ ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ അതൊന്ന് മടക്കി കൊടുക്കണം. ഇതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്കതിൽ വട്ടം വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇനി ഇതിലൊരു റൗണ്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റാപ്ലെയർ അതിൻ്റെ നടുക്കേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ ഈ ഒരു റൗണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതും വെച്ചിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഞാൻ പിന്നെ എന്താണ് അത് ഫ്ലവറിൻ്റെ തണ്ട് വെക്കുന്നില്ല, ഫ്ലവർ മാത്രം ആക്കി കാണിക്കുന്നത്. പിന്നെ ഇത് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്തേക്ക്. അപ്പം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ചെറിയൊരു പണിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇനിയാണ് കുറച്ച് ടാസ്ക് വരുന്നത്. ഇനി നമ്മളിത് ചെറുതായിട്ട് എരിയേണ്ടി വരും. അത് ഞാനിതിൽ കാണിച്ചു തരാം എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന്. ഇതേപോലെ ആക്കിയിട്ട് മുറിച്ചെടുക്കുക. ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ചെറിയൊരു കട്ട് ഇട്ടിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനൊരു വീഡിയോസൊന്നും ഇടാറില്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ആഴ്ചകളായി. അതായത് നമ്മളിപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഇത് നമ്മൾ ഓരോന്നായി വേർതിരിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളാണ് ചെയ്തെടുക്കാം. ഫൈനലൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് മെനക്കെട്ടിട്ടായാലും ഇത് ഇത്രയും ആക്കിയെടുത്ത്. അപ്പം അതേ അങ്ങനെ 1 2 3 കളറ് ഞാനിപ്പോൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് എന്തായാലും വെക്കും. ബൈ ബൈ. എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയണം.